ഹലോ ഫ്രണ്ട്സ്, പെരുന്നാളിന് ഞാൻ തയ്യാറാക്കിയ ഒരു റൈസിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പരീക്ഷണം നടത്തിയതായിരുന്നു കേട്ടോ. പക്ഷെ അത് വിജയിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസായിരുന്നു. എല്ലാവർക്കും ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് അൽഫഹാം റൈസ് എന്നാണ്. കാരണം നമ്മുടെ ചിക്കനൊക്കെ അൽഫഹാമിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേരിട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ അൽഫഹാം റൈസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 ചിക്കനും, അതായത് ഒരു 900 ഗ്രാമിൻ്റെ ചിക്കനാണ്, ചെറിയ ചിക്കനാണ്. 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. തൊലിയോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ലപോലെ വരിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ വെള്ളം വാരാനായിട്ട് വെച്ചതാണ്. അപ്പോൾ തൊലി ഇല്ലാത്ത ചിക്കൻ വേണമെങ്കിലും എടുക്കാം, അതാവുമ്പോഴും നല്ലതാണ്. പക്ഷേ തൊലിയോട് കൂടിയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് വേണ്ടത് ഓറഞ്ചാണ്. അപ്പോൾ ഈ ഓറഞ്ച് തൊലിയോട് കൂടി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ, അതിൻ്റെ പകുതി മതിയാകും, ഞാൻ കാണിക്കുന്നതെന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ 2 കുടം വെളുത്തുള്ളി, ഒരു 10-40 അല്ലി വെളുത്തുള്ളി ഉണ്ട്. വലിയ അല്ലിയാണെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് വേണം. 4-5 ഏലക്ക വേണം. ഗ്രാമ്പും പട്ടയൊന്നും വേണ്ട, ഏലക്ക മാത്രം മതി. പിന്നെ വേണ്ടത് ടൊമാറ്റോ പേസ്റ്റാണ്. ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ വേണ്ട, പേസ്റ്റ് തന്നെ വേണം. പേസ്റ്റ് തന്നെ ചോദിച്ച് വാങ്ങുക, കാരണം എന്നാലേ നമ്മുടെ ഒരു പേസ്റ്റ് തിക്ക് പേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ പുറത്തുകാലിൻ്റെ പകുതി ഞാൻ ഇതിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഏലക്കയും ആ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച ടൊമാറ്റോ പേസ്റ്റിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് പെപ്പർ പൗഡർ ഇല്ല എങ്കിൽ സാധാ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി, ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇനി വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ 2-2.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മുടെ കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആവണം. അതിൽ കഷ്ണങ്ങളൊന്നും കിടക്കാൻ പാടില്ല. കഷ്ണങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്ക് ചിക്കനിൽ പൊതിയുന്ന സമയത്ത് ശരിക്കും ഇങ്ങോട്ട് മിക്സായി കിട്ടില്ല. പിന്നെ നല്ല ഈ ഒരു പേസ്റ്റിന് ഒരു ടേസ്റ്റും കിട്ടില്ല. വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ അരയണം, ഓറഞ്ചൊക്കെ. ഇനി നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. എല്ലാ പീസസിലും ഇതുപോലെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ക്രഷ് ചെയ്ത മുളകുണ്ടല്ലോ, അതൊരു 2-3 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് അല്ലാതൊന്നും കൂടി പോകില്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. ഈ ക്രഷ് ചെയ്ത മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. മിനിമം 4 മണിക്കൂർ വെക്കണം. ഇപ്പോൾ നിങ്ങൾ നൈറ്റിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ പെരുന്നാളിന് തയ്യാറാക്കാനാണ്, ഞാൻ തലേന്ന് രാത്രിയിലാണ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ സുബഹിക്ക് തന്നെ ചോറൊക്കെ വെക്കുമല്ലോ പെരുന്നാളിന്. അപ്പം നൈറ്റിൽ തന്നെ ചെയ്ത് വെച്ചാൽ രാവിലെ റൈസ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇതങ്ങോട്ട് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. 1 മണിക്കൂർ കൊണ്ട് തന്നെ റൈസൊക്കെ റെഡിയാവും. അപ്പോൾ നല്ല ഈസിയാണ്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ രാവിലെയാണ് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഗ്രിൽ പാനൊക്കെ ചൂടാക്കിയിട്ട് ഇതിലാണ് നമ്മൾ അൽഫാം ചിക്കൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ചൂടാകുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ഏകദേശം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ. സാധാരണ നമ്മൾ അൽഫാം തയ്യാറാക്കുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ആ റൈസിലോട്ട് ഇതിൽ വരുന്ന ബാക്കിയുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഓരോരോ പീസസ് ചിക്കൻ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിക്കുക. ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ശരിക്കും ഒന്ന് കുക്കായി കിട്ടാൻ. കാരണം ഇതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിൻ്റെ പുറം വശം കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾവശം വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഷാലോ ഫ്രൈ അല്ലേ ചെയ്യുന്നത്, എണ്ണയിലിട്ട് പൊരിക്കുന്നില്ലല്ലോ, ഉൾവശം വെന്തിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. കരിയാതെ നോക്കുക. ഉൾവശം നന്നായിട്ട് വേവിക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വേവിക്കുമ്പോൾ ചിക്കനെ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരടുപ്പത്ത് നമ്മുടെ ചിക്കന് കുക്കാവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അണ്ടിപ്പരിപ്പെന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ടിട്ട് അത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അതിന് ശേഷം ആ എണ്ണയിലോട്ട് ഞാൻ ഒരു ക്യാരറ്റ് നീളത്തിൽ മുറിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒരു ഹാഫ് കുക്കായാൽ മതി, ഫുള്ളായിട്ട് കുക്കാവണ്ട, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് പാനിൽ നിന്ന് മാറ്റിയാണ് ക്യാരറ്റ് ഒക്കെ പെട്ടെന്ന് റെഡിയാവും. ഇനി ആ ഓയിലോട്ട് തന്നെ ഞാനൊരു പൊട്ടാറ്റോ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടാറ്റോ വേവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. പൊട്ടാറ്റോ ഒരു പകുതി 3/4 ഭാഗം വേവാകുമ്പോൾ നമുക്കതിലോട്ട് ഒരു ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ മുറിച്ചതിട്ട് കൊടുക്കാം. അതൊന്ന് വാടി കഴിയുമ്പോൾ അതും കൂടി മാറ്റി വെക്കുക. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ആ ഓയിലോട്ട്. ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ 4 ഗ്രാമ്പു, 4 ഏലക്ക, അതുപോലെ തന്നെ 2 ചെറിയ പീസ് പട്ട. ഇത് നല്ലപോലെ മൂക്കുന്നൊരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു ഡ്രൈഡ് ലെമൺ ചേർത്ത് കൊടുക്കാം, ഒരു ഉണങ്ങിയ നാരങ്ങ. നമ്മൾ സാധാരണ എല്ലാ അറബിക് റൈസിലോട്ടും ചേർക്കുന്നതാണല്ലോ ഉണങ്ങിയ നാരങ്ങ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക, അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടിക്കോട്ടെ. ഇനി അതും നല്ലപോലെ ഒന്ന് നല്ല സ്മെല്ല് വരുന്നൊരു സമയത്ത് നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത പേസ്റ്റാണ്. ഇനി നിങ്ങളടുത്ത് സെപ്പറേറ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ പേസ്റ്റും 1 ടേബിൾ സ്പൂണ് ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്താൽ മതി. ഞാനത് കൂട്ടിയിട്ടായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു തക്കാളി നല്ലപോലെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു 1.5-2 ടേബിൾ സ്പൂണോളം നമുക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം. അറബിക് സ്പൈസസ് ഏത് മസാല ആയാലും കുഴപ്പമില്ല. അറബിക് റൈസിൻ്റെ മന്തി മസാലയോ അല്ലെങ്കിൽ കബ്സ മസാലയോ മജ്ബൂസ് മസാലയോ ഏത് മസാലയും കുഴപ്പമില്ല, ഒന്ന് ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് മന്തി മസാലയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ മന്തി മസാല ചേർത്തു മാത്രം. ഇനി നമുക്കിതിലോട്ട് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 7 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിളച്ച് കിട്ടിക്കോളും. കുറച്ച് മുമ്പ് തിളപ്പിച്ചിട്ടതായിരുന്നു. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം, ഒന്നും കൂടി നന്നായിട്ട് തിളച്ചോട്ടെ. ആ മസാലയൊക്കെ ഒന്ന് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് പിടിച്ചോട്ടെ. അതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം. അരി നമുക്ക് ആദ്യം തന്നെ കുതിർത്ത് വെച്ചതായിരുന്നു. ഞാൻ 4 കപ്പ് ബസ്മതി റൈസ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് രാവിലെ തന്നെ കുതിർത്ത് വെച്ചതായിരുന്നു. ഒരു 1.5-2 മണിക്കൂറോളായി ഇപ്പോൾ ഇത് കുതിർന്നിട്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് വെള്ളം വറ്റുന്നതിന് മുമ്പായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം, അരിയിട്ട ഉടനെ തന്നെ. അപ്പോൾ ഉപ്പ് പാകാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെക്കാം. നല്ലപോലെ തിള വന്ന ശേഷം നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കാരണം അല്ലെങ്കിൽ റൈസ് വേവില്ല. സെല്ല റൈസ് ആയതുകൊണ്ട് നല്ല വേവുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കുക. എന്നാലേ നമുക്ക് റൈസിലോട്ട് എല്ലാ ഭാഗത്തേക്കും മസാല എത്തുള്ളൂ. അല്ലെങ്കിൽ അടിഭാഗത്ത് മസാല നിൽക്കുകയും ചെയ്യും, മുകൾ ഭാഗത്ത് മസാല നിൽക്കുകയില്ല. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രിൽ പാനിലുള്ള ഓയിൽ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ റൈസിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ അൽഫഹാം ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കവും അതുപോലെ തന്നെ പൊട്ടാറ്റോയും. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ ഒഴിച്ചിട്ട് അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ സമയത്താണ് നമുക്ക് സ്മോക്കി ഫ്ലേവർ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സ്മോക്കി ഫ്ലേവർ കൊടുക്കുന്നില്ല. സ്മോക്കി ഫ്ലേവർ കൊടുക്കുകയാണെങ്കിൽ ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു സ്റ്റീൽ ബൗളിൽ ഇട്ടിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ടൊന്ന് പുകയിച്ചാൽ മതി. പക്ഷെ ഇവിടെ സ്മോക്കി ഫ്ലേവർ കൊടുക്കാത്തതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇനി നമുക്ക് ഇതൊരു പഴയ ദോശപ്പാനിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ചൊന്ന് ദം ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റാണ് ദം ചെയ്തെടുക്കേണ്ടത്.
20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റായി. ഇനി നമുക്ക് ഇതൊന്ന് ചിക്കനൊക്കെ എടുത്ത് മാറ്റാം. അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, ഇളക്കി മിക്സാക്കാം. ഇപ്പം ഞാനത് സെർവ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആദ്യം കുക്ക് ചെയ്ത് വെച്ചത് എടുത്ത് വെച്ചിട്ടുണ്ടായി, അതൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി റൈസാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടിയോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റൈസാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ